സംസ്ഥാന ഹോക്കി അസോസിയേഷനെതിരെ ഒളിമ്പിക് മെഡൽ ജേതാവ് PR ശ്രീജേഷ്. ഹോക്കി അസോസിയേഷന് ഏകോപനമില്ലെന്നും പുതിയ ഹോക്കി താരങ്ങളെ വളർത്തിയെടുക്കാൻ അസോസിയേഷൻ മുൻകൈ എടുക്കണമെന്നും PR ശ്രീജേഷ് പറഞ്ഞു. തന്റെ പേരിലുള്ള സ്റ്റേഡിയം ഇപ്പോഴും യാഥാർത്ഥ്യമായിട്ടില്ല. നിർമ്മാണത്തിനായി 30 ലക്ഷം അനുവദിച്ചത് കഴിഞ്ഞ വർഷം മാത്രമാണെന്നും ശ്രീജേഷ് വിമർശിച്ചു. ഞാൻ ടീം പ്ലെയർ ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവരില്ലാണ്ട് എനിക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റിയല്ല. അപ്പം എൻ്റെ ഡിഫൻസിനെ ഞാൻ ഡിഫൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എൻ്റെ മിഡ്ഫീൽഡ്സിനെ വിളിക്കണം, അവരെ കൊണ്ടുവരണം, അവരുടെ കൂടെ നിന്നാൽ മാത്രമാണ് എനിക്കൊരു കളി ജയിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആ ഒരു കാര്യം കേരളത്തിലെ ഹോക്കിയുടെ അസോസിയേഷൻ ഇല്ല. നമുക്ക് വേണ്ടത് ഒരു ശക്തമായിട്ടുള്ളൊരു പിന്തുണ നമ്മുടെ ഹോക്കിയുടെ അസോസിയേഷന്റെ ഭാഗത്തുനിന്നും അതിനോട് ഇഷ്ടമുള്ള നിങ്ങൾ വെറ്ററൻസിന്റെ അസോസിയേഷൻ ആണെങ്കിലും നിങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ചിരുന്നാലേ നേടാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്ക് ഞാൻ പറഞ്ഞില്ല, ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് പൊക്കിയാൽ പൊങ്ങത്തില്ല. പക്ഷെ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഞാൻ എപ്പോഴും ഉണ്ട്. ഇന്നലെയാണ് MLA അത് ക്ലിയർ ചെയ്തെന്ന് പറഞ്ഞ് ഒരു 30 ലക്ഷം രൂപ അനൗൺസ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴാണ് എനിക്കൊരു പുതിയ ഇത് കിട്ടുന്നത്. അതും 5-6 വർഷങ്ങളായിട്ട് എന്താ പറയുന്നത് ഒരു വോളിബോൾ ഗ്രൗണ്ടാണ്, ചെറിയൊരു വോളിബോൾ ഗ്രൗണ്ട് മൾട്ടിപർപ്പസ് ഗ്രൗണ്ടാക്കി മാറുന്നത്. സൈഫുനിസ അലിയാർ നൽകും വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന്. സൈഫുനിസ, വളരെ കൃത്യമാണ് PR ശ്രീജേഷിന്റെ നിലപാട്. മറ്റൊരു PR ശ്രീജേഷിനെ വളർത്തിയെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിൽ അസോസിയേഷൻ പൂർണ്ണ പരാജയം. പേരിനൊരു അസോസിയേഷൻ എന്ന നിലയിലാണ് കാര്യങ്ങൾ എന്ന് തന്നെയാണ് ശ്രീജേഷ് വിമർശിക്കുന്നത്. ഒപ്പം സൈഫുനിസ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് PR ശ്രീജേഷിന്റെ പേരിലുള്ള സ്റ്റേഡിയം അതിന്റെ ദുരവസ്ഥ. അക്കാര്യങ്ങളിലും ശ്രീജേഷ് വിമർശനം തുടരുകയാണല്ലേ? തീർച്ചയായും വിനീത, ഹോക്കി അസോസിയേഷനെതിരെ കടുത്ത വിമർശനമാണ് ശ്രീജേഷ് ഉന്നയിച്ചത്. അത് വിവാദങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ശ്രീജേഷ് ഈ വിമർശനം ഉന്നയിക്കുന്നത് എന്നുകൂടിയാണ് പ്രധാനം. പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയത് കൂട്ടായ്മയുടെ വിജയമാണ്, ടീമിൻ്റെ വിജയമാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ശ്രീജേഷ് തുടങ്ങിയത്. പക്ഷേ ഈ ഒരു ടീം സ്പിരിറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഏകോപനം, ഈ കൂട്ടായ്മ സംസ്ഥാന ഹോക്കി അസോസിയേഷനില്ല. അസ്ട്രോ ടർഫ് നിർമ്മിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇതുവരെ നടക്കാത്തതും അതുകൊണ്ട് തന്നെയാണ്. അത് കേരളത്തിൽ സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. താൻ വരാത്തത് കൊണ്ടല്ല ടർഫ് സാധ്യമാകാത്തത്. അതായത് ഹോക്കിക്ക് വേണ്ടി പ്രത്യേകമായൊരു ടർഫും സ്റ്റേഡിയവും എന്നാൽ യാഥാർത്ഥ്യമാകാത്തത് താൻ വരാത്തത് കൊണ്ടല്ല. അക്കാര്യത്തിൽ സംസ്ഥാന ഹോക്കി അസോസിയേഷൻ വേണ്ട രീതിയിൽ ഇടപെടലുകൾ നടത്താത്തത് കൊണ്ടാണ്. താൻ മുന്നിട്ടിറങ്ങിയതുകൊണ്ട് മാത്രം അത് യാഥാർത്ഥ്യമാകില്ല എന്നും മൊത്തം അസോസിയേഷൻ കൂട്ടായി നിന്നാൽ മാത്രമേ ഇത്തരം കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാവുകയുള്ളൂ, താൻ ഒറ്റയ്ക്ക് നോക്കിയാൽ ഇതൊന്നും പൊങ്ങില്ല എന്നുള്ള ഒരു പരിഹാസത്തോടു കൂടിയാണ് ശ്രീജേഷ് ഇക്കാര്യം പറയുകയും ചെയ്യുന്നത്. അതായത് പുതിയ ഹോക്കി താരങ്ങളെ വളർത്തിയെടുക്കാൻ സംസ്ഥാനത്ത് അതിൻ്റെതായ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ആവശ്യമാണ്. അതിന് മുൻകൈ എടുക്കേണ്ടത് സംസ്ഥാന ഹോക്കി അസോസിയേഷൻ തന്നെയാണ്. അതിൽ വീഴ്ച വരുത്തുന്നു എന്നൊരു വിമർശനം ശ്രീജേഷ് ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ റിപ്പോർട്ടർ TV നേരത്തെ പുറത്തു വന്ന ഒരു വാർത്തയുണ്ട്. അത് ശ്രീജേഷിൻ്റെ പേരിലുള്ള സ്റ്റേഡിയത്തെക്കുറിച്ചുള്ളതാണ്. 6 വർഷമായി ആ സ്റ്റേഡിയം കാട് പിടിച്ച് കിടക്കുന്നു എന്നുള്ള വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിലും ശ്രീജേഷ് വീണ്ടും വിമർശനം ഉന്നയിക്കുകയാണ്. നേരത്തെ തന്നെ പേരിന് തന്നെ കളങ്കമാണ് എന്ന് പറഞ്ഞ ശ്രീജേഷ് വിമർശിച്ചിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ വീണ്ടും ശ്രീജേഷ് കഴിഞ്ഞ ദിവസം PV ശ്രീനിജൻ MLA അതിൽ 30 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് സ്റ്റേഡിയത്തിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി, തുടർ നിർമ്മാണത്തിന് വേണ്ടി. ഈ പണം അനുവദിച്ച കാര്യവും ഒപ്പം തന്നെ 6 വർഷം ഇത് കാട് പിടിച്ച് കിടക്കുന്നു എന്നുള്ളതും അത് വലിയ സങ്കടമാണ് എന്നും ശ്രീജേഷ് പറഞ്ഞു. എന്തായാലും നിലവിൽ ഇനി ഈ രീതിയിൽ പോയാൽ പോരാ, മാറ്റങ്ങൾ വേണം. താൻ ഹോക്കിയുടെ ടീമിൻ്റെ ക്യാപ്റ്റനായി എത്തുന്നു. അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതൊരു കൂട്ടായ്മയുടെ ഭാഗമായി ചെയ്യണം. അതിന് ഹോക്കി അസോസിയേഷന്റെ പിന്തുണ കൂടി വേണമെന്നും ശ്രീജേഷ് പറഞ്ഞു വെക്കുന്നുണ്ട്. വിനീത, ശരി. ഒളിമ്പ്യൻ PR ശ്രീജേഷിന്റെ വാക്കുകൾ മുഖവിലേക്കെടുത്തേ മതിയാകൂ സംസ്ഥാനത്തെ ഹോക്കി അസോസിയേഷൻ എന്നുള്ളതാണ്. സൈഫുനിസ അലിയാറാണ് വിവരങ്ങൾ നൽകിയത്.